അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത് കാണാം. സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം അവിടെ എങ്ങനെയാണെന്ന് കാണാനൊക്കെ ഇപ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ സുവോളജിക്കൽ പാർക്ക് എത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ മുമ്പ് റോഡ് ഇത്തിരി കുഞ്ഞ റോഡും പിന്നെ ഇതുപോലെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല റോഡിന്. പിന്നെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. ശരിക്കും കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ സുവോളജിക്കൽ പാർക്ക് ഉള്ളത്. അപ്പം നമ്മളതിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാ സ്പോട്ടും നമ്മൾ കവർ ചെയ്ത് അവിടെയുള്ള എല്ലാ അനിമൽസിൻ്റെയും വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ശരിക്കും നമ്മളൊരു സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരുള്ള സുവോളജിക്കൽ പാർക്കിൽ പോയൊരു ഫീല് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. എല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഫുള്ളും കവർ ചെയ്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർക്കിങ്ങിന് ബൈക്കിന് 25 രൂപയാണ് കേട്ടോ. നല്ല പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു പാർക്കാണ് കേട്ടോ. ഉള്ളിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആള് വഴിയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ അതുപോലെ ബൈക്കിന് എത്രയപ്പോൾ 25 രൂപ കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ബൈക്ക് നമുക്ക് തണലത്ത് കൊണ്ട് പാർക്ക് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ പോയിട്ട് കാണാൻ. ഇനി ടിക്കറ്റ് എടുക്കണ്ടേ? ടിക്കറ്റ് ഒന്നും ഇനി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എവിടെയൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നോക്കാം. പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാർക്ക് ചെയ്തിട്ട് റെഡിയുണ്ട്. നമ്മളതിൻ്റെ അകത്തോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ. മിക്കൂസും അപ്പവും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ള എൻട്രൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫോട്ടോ എടുക്കണോ? ഇതവിടെ നിന്നിട്ട് നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ വന്നവിടെയൊക്കെ നിറയെ വണ്ടികൾ ഇതാണ്ടോ. ട്രാവലർ വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാ ബസ്, 2 ബസ്. പിന്നെ അതിൻ്റെ ഉള്ളിലും കുറേ ബസ്സുകൾ നിൽക്കുന്നുണ്ട് അല്ലേ. സ്റ്റാർട്ട് ചെയ്തു. നമ്മളും പക്ക പ്ലാനിങ്ങിലാട്ടോ. കാരണം നമുക്കറിയാലോ നമുക്ക് ഉച്ചയ്ക്ക് പാലിറക്കുമ്പോഴേക്കും ഇവിടെ എത്തണം എന്നുള്ള കണ്ടാണ്. അപ്പോൾ നമ്മൾ 10 മണിക്ക് ഇവിടെ എത്തണം എന്ന് പറഞ്ഞു. 10 മണിക്ക് തന്നെ നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. അതിൽ കൂടെയാണ് കയറേണ്ടത്. അവിടെ പോയിട്ട് പാമ്പുണ്ടോ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ടത് നിങ്ങൾക്കെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത് എല്ലാ കാര്യങ്ങളും. ബൈക്ക് പാർക്ക് ചെയ്യുന്നത് അവിടെയാണ്. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലേക്ക് കുറച്ച് നടന്നു വന്നാൽ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി നടക്കണം കേട്ടോ. അപ്പോൾ വേണ്ട നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയാലേ അറിയുള്ളൂ. നിറയെ ബൈക്കും അതുപോലെ തന്നെ വണ്ടികളൊക്കെ നന്നായി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്കൂസും അപ്പോൾ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ എങ്ങനെയാണ് കാണാൻ ഭയങ്കര ത്രില്ലിങ് ആണെങ്കിൽ പോകും. അപ്പോൾ എപ്പോഴും വാച്ച് എന്താണ് ഫോണിൽ ഇങ്ങനെ നോക്കും എപ്പോഴും. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനുള്ളൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ടല്ലേ. ഇപ്പോൾ നല്ലതാണ്. ഓസ്ട്രേലിയൻ ആളാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി കാണാനുണ്ട്. നല്ല പാർക്കിംഗ് സെറ്റപ്പ് എല്ലാം ശരിക്കും നമ്മളുടെ ഏഷ്യയിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കാണ് എന്ന് പറയുമ്പോൾ അറിയാലോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇതുണ്ടാവും. പിന്നെ കുറേ അനിമൽസ് കൂടി വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. സ്റ്റാർട്ടിങ് എന്തായാലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നത് നല്ല തണുപ്പും നല്ല രസമുണ്ട്. നമുക്കിനി മുമ്പോട്ട് അവിടെ പോയിട്ട് എങ്ങനെയൊക്കെയാണെന്ന് കാണാം. ഈ നടക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടായിരിക്കും വീഡിയോ ഇടുക. കാരണം എല്ലാം നമുക്ക് കവർ ചെയ്തിട്ട് കാണാമല്ലോ. ഇതാണ് ഇഷ്ടം പോലെ വണ്ടികൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അത്രയും ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പുതിയ വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് ക്യൂ നിൽക്കുന്നുണ്ട് ആൾക്കാർ. നമുക്കിതിനകത്ത് 2 KSRTC ബസ്സാണ്. ഇലക്ട്രിക്കിൻ്റെ 2 KSRTC ബസ്സാണ്. നമുക്ക് എവിടെ അങ്ങനെ ന്യൂസിൽ കണ്ടിട്ടേ ഉള്ളൂ. അതിന് ഫുൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രി. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഗൂഗിൾ പേയും ചെയ്യാം, ക്യാഷ് ഇൻ ഹാൻഡും കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഗൂഗിൾ പേ ആയിരുന്നു ചെയ്തത്. അപ്പോൾ എല്ലാത്തിനുള്ള സംവിധാനത്തോടു കൂടെ തുടങ്ങിയിട്ടുള്ളൊരു പാർക്കാണ്. ടിക്കറ്റ് കൗണ്ടറും അതുപോലെ നല്ല വിശാലമാണ് കേട്ടോ. എത്ര പേര് എത്ര തിരക്ക് വന്നാലും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം കൂടിയുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നടന്നും കാണാം. നടക്കുകയാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ നടന്ന് കാണേണ്ടതുണ്ട്. അല്ല ബസ്സിലാണെങ്കിൽ നമുക്കൊരു 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ടു കഴിയും. നമ്മൾ ഫസ്റ്റ് ടൈം അല്ല. അപ്പോൾ എന്തായാലും നമ്മൾ നടന്ന് എന്തായാലും കാണാം. ഉണ്ട്, ഓൺലൈൻ പേയ്മെൻറ്റും ഉണ്ട് കേട്ടോ. നല്ലൊരു സൗകര്യമാണ്. പിന്നെ ബസ്സുള്ളവർക്ക് ബസ്സിൽ പോവാം. ഇത് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് നടക്കാട്ടെ. നമ്മുടെ 2.5 മണിക്കൂർ ഇവിടെ നമ്മൾ നടന്നിട്ടാ കാണുന്നത് കേട്ടാ.
150 രൂപ വരില്ലേ ബസ്സിലാണെങ്കിൽ? 150 രൂപ ഒരാൾക്ക്, 200 രൂപ 2 പേർക്ക്. അതായത് ബസ്സിലാണെങ്കിൽ ഒരാൾക്ക് 150, നടന്ന് കാണാനാണെങ്കിൽ ഒരാൾക്ക് 100. അതാണ് കേട്ടോ കണക്ക്. അപ്പൊ നമുക്ക് നടന്ന് കാണാൻ വെച്ചു, കാരണം ബസ്സിൽ പോകുമ്പോൾ നമുക്ക് അത്രയും കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നടന്ന് കാണുമ്പോൾ ബസ്സിൽ എന്ന് പറയുമ്പോൾ അവര് അവരുടെ സൗകര്യത്തിനല്ല, നമുക്ക് 1 മണിക്കൂർ ഉണ്ട് നടന്ന് കാണാനുണ്ട്, നമുക്ക് നടന്ന് കാണിച്ചു തരുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ കോഫി പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം, അവിടെ വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം. അപ്പൊ നടന്ന് കാണുകയാണെങ്കിൽ 2.5 മണിക്കൂറാണ്. അവരൊന്നും ചെയ്തിട്ടില്ല, കാട് ശരിക്കുള്ള കാടിനെ ശരിക്കും ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൊണ്ടുവന്നു, ശരിക്കും ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന ഡെവലപ്മെന്റില് കവർ ചെയ്തിരിക്കുന്നത് മാത്രം. എന്നുള്ളവർക്ക് ഇവിടെ പിന്നെ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിത് ആയിരുന്നു. അപ്പോൾ അവരിങ്ങനെ കാണിച്ചിട്ടുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട് എൻട്രി പോകേണ്ട വഴികളൊക്കെ. നമുക്ക് മുമ്പോട്ട് പോകാം, ഏതൊക്കെ അനിമൽസ് ഉണ്ടോ നമുക്ക് കാണാം. ഭയങ്കര വെയിലുണ്ട് കേട്ടോ, ഒരു കുട എടുത്തിട്ട് വരുന്നതിൽ നല്ല വെയിലുണ്ട്. വരുന്നവർ കുട എടുത്തിട്ട് വരിക കേട്ടോ, നമ്മൾ കുട എടുക്കാണ്ട് വന്നിട്ടുണ്ട്, നമുക്കറിയില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ വരുന്നത്. പക്ഷെ അവിടെ നിന്ന് പുറത്തുനിന്ന് ഒരു ഏട്ടൻ പറഞ്ഞു വെയിലുണ്ടാവും നല്ലോണമെന്ന്. ഇപ്പോൾ ഇതാ എൻട്രി എവിടേക്കാണ് നോക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഒരു ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രോക്കഡൈൽസ് ഇവിടെ ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതുണ്ട് ക്രോക്കഡൈൽസ് എവിടേക്കാണ്? ഇതുണ്ട് ബയോഡൈവേഴ്സിറ്റി സെൻറ്റർ, ഒരു ഷോർട്ട്ലി ഓപ്പൺ ചെയ്യുന്നൊക്കെ എഴുതി, നമുക്ക് കൂടെ പോയിട്ട് കാണാം. നമുക്കൊരു വഴി പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ നമുക്കറിയില്ലല്ലോ വഴി. അപ്പോൾ നമുക്ക് നടന്ന് കാണാൻ എല്ലാവരും നമുക്ക് ഇൻഫർമേഷൻസ് തരാൻ ആൾക്കാർ, ഗൈഡൻസ് തരല്ലേ, ഗൈഡ് ആൾക്കാരുണ്ട്. നടന്ന് കാണുന്നത് നമുക്ക് ഗൈഡ് ചെയ്ത് തരുന്നുണ്ട്. അവിടെ ഇപ്പോൾ ക്ലോക്കയിലാണ് മെയിനായിട്ട് ഇവിടെ കണ്ടു. ഒരു ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നോക്കണം. മുതലേ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് അടുത്തേക്ക് പോലെ അവിടെയാണ്, പക്ഷെ അവിടെ ബസ് ഇങ്ങനെ പോണ കാരണേ ഞാനൊരു അപകടം ഉണ്ടായാലോ എന്നൊരു സാർ വന്ന് ഇവിടെ ചെയ്യാൻ കയറിയിട്ട് നമുക്ക് അവരുടെ ആവാസവസ്ഥയിൽ ഒരുക്കിക്കുന്നതാണ്. ഇറങ്ങി പോകുന്നത്. ആ കാണുന്നത് പാമ്പിന്റെ കൂടാണ്. അത് ഓൾറെഡി നടന്നു പോകാനല്ലേ, അതിൽ പോയിട്ട് അങ്ങനെയല്ലേ. നമുക്കിവിടെ ഫുൾ ഗൈഡൻസ് തരുന്ന ആൾക്കാരുണ്ട് കേട്ടോ, എല്ലാ കാര്യങ്ങളും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇനിയും ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ പോവും, എന്നെ ബസ് പോകണ വഴിയായതുകൊണ്ട് നമുക്ക് അതിൽ പോകാൻ പാടില്ല. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് വണ്ടിയിൽ പോകാം. ക്രോക്കഡൈൽ വേണ്ട, ക്രോക്കഡൈൽ ഇതാ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് നടക്കാം. അപ്പം അവർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ സംഭവം പാമ്പിന്റെ പാമ്പ് കൊണ്ടുവന്നുണ്ട് അവിടെ, ഒരു പക്ഷേ അത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇത് നൈറ്റ് രാത്രികാലം സഞ്ചരിക്കുന്ന ജീവികൾക്ക് വേണ്ടിയിട്ട്. ഓ, നൈറ്റ് സഞ്ചരിക്കും. പക്ഷേ അത് 5-6 മാസം ആവുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിത് അവിടെ ഫുൾ ഗൈഡൻസ് തരാൻ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഓ, കണ്ടു. ഒരെണ്ണത്തിൽ ഇനിയിപ്പോൾ ഇതിലൂടെ കയറി, ഓ മേലെ കൂടെ കയറിയിട്ട് അങ്ങനെയല്ലേ. ഇതാ അതിൽ കൂടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള സംവിധാനങ്ങളാണ് കേട്ടോ, എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടൊക്കെ ഇവിടെയൊക്കെ നല്ല രസത്തിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ടാക്കേഴ്സ് ഇതില്ലേ നമ്മൾ ശരിക്കും അടിപൊളി ചെയ്തിട്ടുണ്ട്. നേരത്തൊക്കെ ഫുള്ള് നെറ്റുണ്ട്. പീക്കോക്ക് ശരിക്കും പ്രകൃതിയോട് ഇണങ്ങിയിട്ടില്ല എല്ലാ ജീവികളും. അതോ ഒരെണ്ണം പീക്കോക്കിനെ ഉണ്ടോ? ഇതിവിടെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എടുത്താലും തീരില്ല, അത്രയും മനോഹരമായിട്ട് പറഞ്ഞാൽ നമുക്ക് വാക്കുകളില്ല, അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇനി എന്തൊക്കെയൊക്കെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. അവർ അതൊക്കെ ഷോർട്ട്ലി ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ബ്ലാക്ക് കൈറ്റ്, ചെക്കിപ്പെരുന്ത്,
കാരണം അവർക്ക് നിറയെ ആവാസ വ്യവസ്ഥ പോലെ കണ്ടാൽ ശരിക്കും കാടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റ്സ് ആണ് കേട്ടോ വരിക. ഇത് ശരിക്കും ഫോറസ്റ്റ് ആണ് തോന്നണൂലേ. ഇത് മലയണ്ണാനാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാ ലുക്കൂന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഫീൽഡിലോട്ട്. ഇവിടെ ഫുൾ പ്രൊട്ടക്ഷനായിട്ട് അവരെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഏതിൻ്റെ മേലെ കയറാൻ പാടില്ല. പിന്നെയും ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. നമുക്കതിൻ്റെ ഉള്ളിൽ കൂടെ പോകാം കേട്ടോ. അപ്പോൾ ഒരു ആ സൈഡിൽ കൂടെ കയറിയിട്ടുണ്ട്. ഫുള്ളും കാണാൻ ശരിക്കും നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പോകാനുള്ള വഴികളൊക്കെ തുറന്ന് എങ്ങനെ ഉണ്ടാവും അതുപോലെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. അതുകൊണ്ട് അവിടെയൊക്കെ നിന്നിട്ട് ഗാലറി പോലെ നമുക്ക് കാണാൻ പറ്റും. ടോക്കിയിൽ പോയി അവിടെ 14 വെള്ളത്തിനടി കിടക്കുക. അവിടെ ആ ഗാലറിയിൽ നിന്ന് നോക്കാം, ഇവിടെ നിന്ന് നോക്കാം. ഇത് ബസ്സൊക്കെ പോകണവർ കണ്ടു മമ്മ. ബസ്സൊക്കെ പോകാനുള്ള സെറ്റപ്പ് ഒരു വഴിയിൽ പോവും. ബസ് പോകാനും നടക്കാനും എല്ലാത്തിനും ഓരോ സെറ്റപ്പാണ്. പക്ഷെ എല്ലാ മൃഗങ്ങളെയും എങ്ങനെ പോയാലും നമുക്ക് കാണാമല്ലേ, ബസ്സിലാണെങ്കിലും നടന്നിട്ടാണെങ്കിലും. ഇതൊക്കെ തണലാവും, പക്ഷെ പുറത്ത് അത്ര ചൂടൊന്നും ഇതിൻ്റെ അകത്തില്ല. നമ്മൾ കാണാൻ പോകുന്നത് കണ്ടു. അതാ മാനൊക്കെ ദൂരം നടക്കുന്ന വഴികളൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കാണാൻ. മുക്കുവാ നടന്നോ? പുലി കാണണ്ടേ നിനക്ക്? അവിടെ പോയിട്ട് ഓരോ അനിമൽസിനായിട്ട് കാണാട്ടാ. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വഴികളൊക്കെ അവിടേക്ക് വരാൻ പറ്റാത്തവർക്കൊക്കെ നമ്മുടെ വീട്ടിൽ ഫുൾ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ എൻട്രി കയറിയപ്പോൾ മുതൽ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നടക്കുന്ന വഴികൾ ഉൾപ്പെടെ എല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് ആസ്വദിച്ച് നമ്മുടെ വീഡിയോയിൽ കാണാൻ പറ്റും. അതാണ് ബസ് പോകുന്ന റൂട്ട്. ഇത് നമുക്ക് നടക്കാനുള്ള വഴി. ശരിക്കും കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴി ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാകും. അതാണ് ഇവിടെ ശരിക്കും ചെയ്തിരിക്കുന്നത്. ശരിക്കും രണ്ട് ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് അവർ ഇത്തരം ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോരുവിടെ നമുക്ക് ഇതുപോലെ കയറാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ മൃഗങ്ങളെയും ഇതുപോലെ നമുക്ക് ഗാലറി പോലെ കാണാനാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ട് മാനൊക്കെ നിന്ന് മീനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തതാണ് നമുക്ക് ശരിക്കും കാടാണ് അവിടെ. അതാ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ മീനാണ് വേണ്ടവരാണ് അവിടെ നിൽക്കണത്. നമുക്ക് അടുത്തത് കാണാൻ പോകാം. ഇതേണ്ട നമ്മുടെ എന്താണ് മാന് നിൽക്കുന്നേണ്ട. ശരിക്കും നമ്മൾ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അവിടെ ബസ്സിൽ പോണവർക്ക് ഇങ്ങനെ കാണാം കേട്ടോ. അതാ ബസ് താഴെ കൂടെ പോകണേണ്ട. നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മൾ നടന്നു പോകാമെന്ന് വെച്ചതിലിപ്പോൾ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പാറകൾ, അതുപോലെ അവിടെ അവർക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് നനവ്, തീറ്റ കാര്യങ്ങളൊക്കെ ഒരു വൻ സെറ്റപ്പിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് അതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം നടന്ന് കാണാം. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടോ നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പ്. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത് ചെമ്പരത്തിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ്. ബസ്സൊക്കെ വന്നിട്ട് അവർ ബസ്സൊക്കെ നിർത്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ദിവസം ഇനി വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം ബസ്സിൽ ട്രൈ ചെയ്യാമല്ലോ. ഇപ്പോൾ അപ്പോൾ നമുക്കിതാ അപ്പോൾ ഇത് കണ്ടോ റോഡൊക്കെ നമ്മൾക്ക് എല്ലാ വഴികളും നമ്മളിതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുവോളജിക്കൽ പാർക്കിൽ വരാൻ പറ്റാത്തവർക്ക് ശരിക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ ഇതുപോലെ 2 സ്പോട്ടുകൾ, അതിൻ്റെ ഉള്ളിലൊരു സ്പോട്ട് ഇതാ അവിടെ എത്തുമ്പോൾ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണം. വേണ്ട ബസ്സൊക്കെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാം ഗൈസ്. അപ്പോൾ എന്താ വാങ്ങിക്കാം? കഴിക്കാം. നമുക്ക് കഴിച്ചിട്ട് പോകണം. അതിൻ്റെ ഉള്ളിൽ പോകാം. അവിടെ കഴിച്ചിട്ടല്ലേ പോകാം. കഴിച്ചിട്ട് കേട്ടോ ഗൈസ്. നമ്മളിത് പഴം നിറച്ചത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കഴിക്കുന്ന അപ്പോൾ ഭയങ്കര ബിസി ആയിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. പോപ്കോൺ ഇതാ, ഇത്രയുള്ള പോപ്കോണിന് 100 രൂപയാണ് കേട്ടോ. നിൽക്കൂ, ഇപ്പോൾ ഇവിടെ ഫുൾ കളിക്കണം. അവന് അത് വേണം ഇത് വേണം പറയും. പക്ഷെ ഒന്നും കഴിക്കുന്ന നിൽക്കുന്ന പോപ്കോൺ
കഴിച്ചു, ബില്ല് പേ ചെയ്തു, വെള്ളം വാങ്ങിച്ചു കേട്ടോ. ബാപ്പുവാ സൈലന്റ് വാലി സോൺ. ബാപ്പുവാ നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. അതിൽ കൂടെ ഇങ്ങനെ കയറി പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അതിങ്ങനെ കയറിപ്പോണം. നിക്കൂസിനെ കൊണ്ട് ഒറ്റയ്ക്ക് കയറ്റിച്ചു കേട്ടോ. നടന്ന് കാണാൻ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓരോ അനിമൽസിനും കണ്ട അതുപോലെ ഓരോ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ എന്താ നോക്കാം നമുക്ക്. നിക്കൂസതാ മങ്കി നോക്കി മങ്കിൻ്റെ ഉള്ളിൽ അതാ കേട്ടോ ഇരിക്കുന്നത്. അത് ഗാലറിയിൽ നിന്ന് നോക്കണത്, ഇത് പുറത്തുനിന്ന് നോക്കണതില്ലേ. രണ്ട് വ്യൂവിലും കാണാം നമുക്ക്. അപ്പോൾ രണ്ട് വ്യൂവിലും കാണാലോ. ക്ഷീണിച്ചാ അപ്പോൾ ക്ഷീണിച്ചാ? ഒരു കട്ട്ലേറ്റും കുറച്ച് പോപ്കോൺ തിന്ന് വെള്ളവും കുടിച്ചപ്പോഴേക്കും അപ്പോൾ തളർന്നു. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ. മങ്കീസ് ഒന്നും ചെയ്യില്ല തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇതൊക്കെ ഓരോ ഗാലറികളാണ് കേട്ടോ. ഓരോ മൃഗങ്ങളെ കാണാനും ഇതാണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവർ കുറേ അനിമൽസിനൊക്കെ കൊണ്ടുവരും കേട്ടോ. ഇനിയും കുറേ അനിമൽസ് വരാനുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ന്യൂസ് കണ്ട് അപ്ഡേറ്റ് ആണല്ലേ ഇപ്പോൾ. നമ്മുടെ മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കണം നോക്കും. ഇതൊക്കെ അവർ സെറ്റ് ചെയ്ത മരമല്ലേ ഇപ്പോൾ. ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്ത മരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മൾ ശരിക്കുള്ള അനിമൽസിന് കാണാൻ പോകുന്നത്. ലയൺ, ഡീർ, അങ്ങനെയുള്ള നോക്കി പറയും ലയൺ, ടൈഗർ, ഇതിനൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയാണ്. പോത്ത് ഒക്കെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ ഫുട്പാത്തില്ല അതിൻ്റെ ഇവിടെ തന്നെ എത്തിയിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ബാക്കിയുള്ള അനിമൽസിനെ കാണാൻ പോണത് കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി. ലാസ്റ്റ് നമ്മൾ എനിക്കൊന്നും എൻട്രി പോയിന്റിൽ എത്തില്ല ഇപ്പോൾ. അപ്പം നമ്മൾ ആരിനേക്ക് കാണാൻ പോണ പറയപ്പോൾ ടൈഗർ 1, ടൈഗർ 2 ഇവിടെ പോയിട്ട് വന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഫുട്പാത്ത്. താഴെ ഇതിന് മേലെ കൂടിയാണ് നമ്മുടെ ലെപ്പേർഡിനും ഒക്കെ നമ്മളെ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ശരിക്കും നോക്ക്, നമ്മൾ കാട്ടിനുള്ളിൽ കൂടെ പോകുമ്പോൾ ഓരോ പാലങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇതൊക്കെ താണ്ടിപ്പോയി. അതുപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കണ്ടോ. എത്ര എന്താ പറയുക, ഇങ്ങനെ ഇവർ ചിന്തിച്ചിട്ടുണ്ടാവും എത്രയ്ക്കും പ്രൊഫഷണലായിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് കാണുമ്പോൾ തന്നെയില്ല. കറക്റ്റ് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ അത്തേ തന്നെയാണ് സംഭവം. അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റോഡ് ബസ്സുകളൊക്കെ പോയിട്ട് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. പ്രായമായിട്ടുള്ളവർക്ക്, നടക്കാൻ വയ്യാത്തവർക്കൊക്കെ നമുക്ക് ബസ്സിൽ തന്നെ ട്രാവൽ ചെയ്തിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ ഇതിൻ്റെ ഇവിടെയും വന്നാൽ കാണാം. നമ്മൾ കാണാൻ വേണ്ടി ലെപ്പേർഡാണ്. ലെപ്പേർഡിനെ കാണാം. ലെപ്പേർഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ സൈഡിലുണ്ടത്രേ ലെപ്പേർഡിനെ. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. കാട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന പോലെ. അപ്പോൾ ലെപ്പേർഡിനെ കാണാനില്ല. ഇവിടെ എവിടെ ഉണ്ടോ എന്ന്, പക്ഷെ നമ്മൾക്ക് കാണുന്നില്ല കേട്ടോ. കാരണം ഇത് ഫോറസ്റ്റ് പോലെ ആയതുകൊണ്ട് അവർ എവിടെ വേണമെങ്കിലും പോയി കിടക്കാം. കാണാനില്ല കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലെപ്പേർഡിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടില്ല കേട്ടോ. നമുക്ക് ഇതേ കൂടെ നോക്കാൻ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ലെപ്പേർഡ് കാരണം ഫോറസ്റ്റ് പോലുള്ള സെറ്റപ്പ് ചെയ്തതുകൊണ്ട് അവരെവിടെ വേണമെങ്കിൽ പോയി കിടക്കുക. അതുകൊണ്ട് നമുക്ക് നോക്കാം, കാണാൻ പറ്റുമോ നോക്കാം. അതാണ് ലെപ്പേർഡിൻ്റെ ആവാസ വ്യവസ്ഥ. ലെപ്പേർഡ് നമുക്ക് ക്യാമറ നോക്ക് കണ്ടാ. ഇതാ ആ മുളൻ്റെ ഇടയിൽ കിടക്കണ്ട്. ക്യാമറയിൽ കറക്റ്റ് കണ്ടു കണ്ടാ. ഇല്ല, അതാ ക്യാമറയിൽ കറക്റ്റ് കണ്ടതാ. അവിടെ നമ്മുടെ ഒരു കുളിസീനാണ്. അപ്പൊ അതിന്റെ കുളിസീനാണ്. ഓടിക്കോ ഓടിക്കോ, നമ്മൾ ഓടാൻ പോകണേട്ടെ ഗൈസ്. നമ്മൾ അപ്പം നമ്മൾ കുളിസീനെ കാണാൻ വേണ്ടി ഓടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലെപ്പേർഡിനെ കണ്ടില്ല പോകും. കാരണം ചൂടായതുകൊണ്ട് ചെടികളുടെ ഇടയിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ നമ്മൾ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാണാനായിട്ടാ. അയ്യോ അവിടെ കാണാൻ പോണത് ചന്തുവിൻ്റെ കുളിയായിട്ടാണ് കാണാൻ പോണത്. ലെപ്പേർഡിനൊക്കെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കാല്. ഇപ്പോൾ ശരിക്കും ഫോറസ്റ്റ്. കാരണം നമ്മളില്ലേ എന്താണ് പറമ്പിക്കുളമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അല്ലേ,
നമ്മൾ പറമ്പിക്കുളമൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടിയിൽ പോകുമ്പോൾ ലെക്ക് ഉണ്ടെങ്കിലല്ലേ അനിമൽസിനെ കാണാം. അതുപോലെയാണ് കേട്ടാ. പക്ഷെ കാണും, എന്തായാലും ഇവിടെ കാണാണ്ടിരിക്കില്ല, കാണും. പക്ഷെ ചിലപ്പോൾ നമ്മൾ നന്നായി സൂം ചെയ്തൊക്കെ നോക്കേണ്ടി വരും. അവർ ചെടികളുടെയും മരത്തിൻ്റെയൊക്കെ ഇടയിലായിരിക്കും കിടക്കുക. അപ്പോൾ നമുക്ക് കുളിസീന് എവിടെയെന്ന് പോയി നോക്കിയിട്ട് വരാം. ഗൈസ്, നമ്മൾ കുളിസീന് അതിൻ്റെ കാണിച്ചു തരാം. കണ്ടിട്ട് അതാ പോകും. അപ്പൊ ഇത്തിരി ഉണ്ടോക്കോ, വേഗം വെക്കൂ. കാട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആവശ്യമതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോ. അവിടത്തെ ഗാലറി പോയി കുളി കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ അപ്പതാണ്ട അവിടെ കടുവനെ കാണാൻ എല്ലാവരും തടിച്ചുകൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നേരെ കാണുന്നില്ല കേട്ടോ. കൈ അങ്ങനെ നമ്മള് ടൈഗറിനെ കണ്ടുല്ലേ. അപ്പൊ ഇവിടെ നോക്കി ടൈഗറിനെ കണ്ടു നമ്മൾ. അടിപൊളിയുണ്ട്. ഇവരും ടൈഗറും തമ്മിൽ ഫോട്ടോ ഒക്കെ എടുത്തു, സെൽഫി ഒക്കെ എടുത്തു. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് വീണ്ടും അവിടേക്ക് അതാ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടൈഗറിനെ കാണുമ്പോൾ ഒരു രസമല്ല. നിങ്ങൾക്ക് നല്ല നിങ്ങൾ എവിടെ നിന്നായിരുന്നു? കണ്ടിട്ട് ടൈഗറിനെ കണ്ടിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പൊ പോവാ ഇനി ടൈഗർ 2 നടക്ക്. ഇത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണ്ട ഇത് കാണാൻ ഭയങ്കര കൂട്ടിനുള്ളിൽ കേട്ടോ. അതിന് കിടക്കാനുള്ള വാസസ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നെന്മാറിയിൽ നിന്ന് വന്നിട്ടുള്ള സ്കൂൾ കുട്ടികളാണ് കേട്ടോ. എല്ലാവരും ഇവിടെ വേണ്ട എല്ലാവരും ടൈഗർ നിലവിളിക്കുന്നതും കേട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കരയുന്നതും കേട്ട് നിൽക്കുകയാണ്. നമുക്കിനി അടുത്ത് കാണാൻ പോവാട്ടോ. നടക്ക് പോ. അപ്പൊ എല്ലാവരും പറയുന്നത് കേട്ടാ ഇതുപോലുള്ളൊരു വാസസ്ഥലം ഇവിടെ കിട്ടുന്നു. അടിപൊളിയല്ലേ നമ്മുടെ ഇവിടെ കാണാനില്ലേ. ഇപ്പോൾ നല്ല എത്ര നേരം നമ്മൾ ഒരു ഫോറസ്റ്റിൽ പോയ പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. അവർ അവരുടെ ഇഷ്ടത്തിന് നടക്കും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കാണികൾക്കാണെങ്കിലും ഇതേപോലെ അത്താ ഒരാൾ കിടക്കണു. ഒരാള് നമ്മൾ അത്രയും സൂം ചെയ്തിട്ടാ കാണിക്കുന്നത്. അടിപൊളി. ആയേ അവിടെ കിടക്കുന്നുണ്ട് കേട്ടാ. എന്താ മിക്കൂസ് ഒപ്പം നോക്കി നിൽക്കുക. ഇവിടെയൊക്കെ ഓരോ ഗാലറികളുണ്ട്. കുറേ ഗാലറികളുണ്ട് ഇതിലെ കാണാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ ഒരു ഫുഡ് പോട്ടുണ്ട്, കാട്ടുപോത്തുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു കാട്ടുപോത്തിനെയും കൂടെ കണ്ടിട്ടുണ്ട്. ഒരു ഫുഡ് പോത്ത്. അവിടെ നല്ല തണുപ്പുണ്ട്. വിശ്രമ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതാ കാട്ടുപോത്തിനെ നമുക്ക്. അപ്പോൾ അതൊക്കെ ഈ പോത്തിനെ കാട്ടുപോത്തിനെ കൊണ്ടുപോകും. നിൽക്കും എവിടെ കൊണ്ടുപോകും. ഇവർക്ക് തീറ്റ വെച്ച് കൊടുത്തിട്ട് കഴിക്കുക കേട്ടോ. പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഈ 2 കാട്ടി പറ്റുള്ളൂ. കൊമ്പ് നോക്കൂ. കാട്ടി അപ്പൊ ഇനി എന്താ കാണാൻ ലയണിനെ കൊണ്ടുവന്നിട്ടുള്ള പ്രായമായിട്ട് അതിന് വയ്യാത്തതാണ് തൃശ്ശൂരിലുള്ളത്. തൃശ്ശൂർ സൂവിലുള്ളതിനൊക്കെ കൊണ്ടുവരണം. പക്ഷെ അതിൽ ലയണിന് വയ്യ, അതിന് നല്ല പ്രായമായിട്ട്. അപ്പോൾ നമ്മളിനിപ്പോൾ അവർ പറയുന്നത് വേറെ കൊണ്ടുവരേണ്ടതാണ്. കുറേ അനിമൽസിനെ കൂടി എടുക്കണം. അപ്പോൾ കൊണ്ടുവന്നിട്ടാണ് ശരിക്കും വരാൻ ഒരുപാടുണ്ട്. ഇവിടെ എപ്പോഴും അവർക്ക് പ്രോഗ്രസ് ആണ് ശരിക്കും. ഇനിയിപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മളൊരു പക്ഷിനെ കാണാൻ പോകണം. ഇതിൽ കൂടെ തന്നെ നമുക്ക് താഴത്തോട്ടും പോവാട്ടാ. പോവാ. അതിനെ കാണാൻ ഇപ്പോൾ യമു നമ്മൾ യമുവിനെ കാണാൻ പോവാണ് ഗൈസ്. വീഡിയോയ്ക്ക് ഭയങ്കര വലിയ പ്രത്യേകതകളുണ്ട് ഇതിലിപ്പോൾ. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ മുതൽ എൻട്രൻസ് മുതൽ ഇതിൻ്റെ എൻഡിങ് വരെയുള്ള എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയുള്ള എല്ലാ അനിമൽസിനെയും നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അനിമൽസാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളൂ. വിളികളും നല്ല രസമാണ് കേട്ടോ. ശരിക്കും കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് കാണാനാണല്ലോ ഇപ്പോൾ കുറച്ചും കൂടെ നല്ലത്. കാരണം നടന്ന് കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. ശരിക്കും ഇത് കാട് തന്നെയാണ്. ആ കാടിനെ അവരൊന്ന് കവർ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടിയിട്ട് അനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. കുറേ എണ്ണം വരാനുണ്ട്. അവിടെ ചോദിച്ചപ്പോൾ ഓപ്പൺ ചെയ്തല്ലേ ഉള്ളൂ. സിംഹത്തെ കൊണ്ടുവരാനുണ്ട്, ലയനെ കൊണ്ടുവരാനുണ്ട്, സീബ്ര, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് വരും കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അതുകൂടിയൊക്കെ ഒന്ന് വരുമ്പോൾ ശരിക്കും നമുക്ക് ഒരു 3-3.5-4 മണിക്കൂറിനടുത്തൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും കൂടുതലായിട്ട്. നമുക്ക് ടൈഗറിനെ കണ്ടിട്ട് തന്നെ എത്ര നേരം അവിടെ എന്താ വേണ്ട. ഇവിടെയൊക്കെ ഓരോരോട് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ടൈഗറിനൊക്കെ കാണുമ്പോൾ എപ്പോഴും നമ്മളെ കൂട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ശരിക്കും അവർക്കൊരു ഫ്രീ ആയിട്ട് ഒന്ന് നടക്കാനും. നമ്മളിപ്പോൾ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു വ്യൂ എങ്ങനെ കാണും അതുപോലെ അല്ലേ. അത്രേ ഉള്ളൂ. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും. നോക്ക്, നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾ അഭിപ്രായം പറയും. നോക്ക് എങ്ങനെ ഉണ്ട് എന്ന് പറയട്ടെ. അടിപൊളിയാണ് കേട്ടോ. എല്ലാ തരത്തിലുള്ള മൃഗങ്ങളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഉള്ളത് വെച്ച് പക്കാക്കിയിട്ടുണ്ടല്ലേ ഇപ്പോൾ. യമൂന ഉണ്ട്. ഉച്ച സമയത്തൊക്കെ വരുന്നവർ എന്തായാലും ഒരു കുടയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെയിൽ കൊള്ളാണ്ട് നടന്ന് കാണാം കേട്ടോ. വെയിലുണ്ട്, പക്ഷെ നമുക്ക് വെയിലൊന്നും ഏൽക്കുന്ന പോലും ഇല്ല. അവരൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നും കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അവർക്ക് വെയിലൊന്നും അങ്ങനെ ബാധകമല്ല. അവർ അടിപൊളി വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് മൃഗങ്ങളെ കണ്ട. കാട്ടിലുള്ള മൃഗങ്ങളും പക്ഷികളൊക്കെ ആയിട്ട് മിക്കും അപ്പോൾ അതാ അവിടെ എത്തിയിട്ടാണ്. അതിൻ്റെ ഒപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടെ തന്നെ എൻട്രൻസിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതിൽ കൂടെ എൻട്രൻസിലേക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ. അതുകൊണ്ട് ഓരോ വീടുകൾ പോലെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗാലറിയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഗാലറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഓരോ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണാം. ഇതുണ്ട് ഡെവലപ്മെൻറ്റ് ഓരോ തരത്തിലുള്ള ഓരോ സംവിധാനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടി. നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ പോലും അവർ നമുക്ക് നടന്ന് ടയേർഡാകുമ്പോൾ ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗാലറിയിൽ നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഹിപ്പോപ്പൊട്ടാമസ്, നീർക്കുതിര. ഹിപ്പോപ്പൊട്ടാമസ് വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എവിടെ ഉണ്ടോ? ഹിപ്പോനൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറാണ്. നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഫുള്ള് വെള്ളം നിറച്ചിട്ട് അതിലായിരിക്കും വിടുക. അപ്പം ഇനിയും അവർ കണ്ട ഇവിടെയൊക്കെ വെള്ളം നിറയ്ക്കും. ഫുള്ളും ഡെവലപ്മെൻറ്റ്സ് വരുന്നുള്ളൂ. അവർക്ക് കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ഇപ്പോൾ. കണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഹിപ്പോ ഇല്ലടി, മിക്കു ഹിപ്പോ വിളിക്കാം. എന്തായാലും മിക്കൂസ് നന്നായിട്ട് എൻജോയ് ചെയ്തു ഇപ്പോൾ. വന്നു കഴിഞ്ഞാൽ എന്തായാലും പുറത്ത് തന്നെയാണല്ലേ ഇപ്പോൾ. കാണാൻ സൂപ്പർ ആയിട്ടുണ്ട് മിക്കുവിൻ്റെ അഭിപ്രായം. അപ്പോൾ ശരിക്കും ഇപ്പം ഇല്ല, പക്ഷെ ഇതിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും. നമുക്ക് മിസ്സാവാതെ കണ്ടില്ല ഹിപ്പോയിനൊക്കെ ശരിക്കും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. എന്തായാലും അവർ ചെയ്ത് ഒരു തുടക്കം നല്ല തന്നെയാണ്. എന്തായാലും വന്നു കഴിഞ്ഞാൽ ശരിക്കും അടിപൊളിയായിരിക്കും. എന്തായാലും വെക്കേഷൻ ടൈമിലൊക്കെ എല്ലാവർക്കും വന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയൊരു സ്പോട്ടാണല്ലേ ഇപ്പോൾ. ഉണ്ടോ ഓരോ ഗാലറി. അപ്പോൾ ഇഷ്ടംപോലെ ഗാലറികളുണ്ട്. ഏത് ഗാലറിയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഹിപ്പോനെ കാണാം അല്ലേ. ഹിപ്പോ ഏത് വഴിക്ക് പോകുന്നുണ്ട് ആ വഴിക്ക് കാണാം. നല്ല സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നൈറ്റുള്ള അനിമൽസിനെയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ കളറാവില്ല ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വരാട്ടെ ഇവിടെ. വേണ്ട ഇവിടെ പിന്നെ ടോയ്ലറ്റിലേക്ക് പോകേണ്ടവർക്ക് അവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് എൻട്രിയിൽ വരുമ്പോൾ അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റൊക്കെ പോകേണ്ടവർക്ക് പോവാം. പിന്നെ ഇതാ അവിടെ ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട്. നമുക്ക് ഓരോരുടെയും ഓരോ ഫുഡ് സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇതേണ്ട ഗാലറി ഉണ്ട്. ഓരോ ഗാലറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ അനിമൽസിനെയൊക്കെ കാണാം. ഇവിടെ ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട് അല്ലേ. ഫുഡ് കഴിക്കാനൊന്നും നമുക്ക് പേടിക്കുകയും വേണ്ട. ഫുഡ് പറഞ്ഞാൽ നമുക്കിങ്ങനെ, പക്ഷെ നമ്മളുടെ അടുത്തിനും കാട്ടി കുറച്ച് ഇതായിരിക്കും. കാരണം അവർ അത്രയും അതിൻ്റെ ഉള്ളിലല്ലേ കൊണ്ട് വെച്ചിരിക്കുന്നത്. അതാ ഓസ്ട്രിച്ച്. അപ്പോൾ സുത്തിനെ പിടിക്കേ. എന്താണ്ട് ബസ്സിൽ പോകണവർക്ക് വേണ്ട ബസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് ആ ബസ്സിൽ കയറിയിട്ട് പോവാം. അവർക്കും ഇങ്ങനെ ബസ് ഓരോ സ്പോട്ടിൽ നിർത്തും. അവർക്കൊക്കെ ഇറങ്ങി ഇതുപോലെ എക്സ്പ്ലോർ ചെയ്തിട്ട് അവർ കാണാം കേട്ടോ. നമ്മളെ പോലെ നടക്കാൻ പറ്റുന്നവർക്ക് നടന്നും കാണാം.
ക്രീം വാങ്ങിച്ച് കഴിക്കാൻ കേട്ടോ. ഇനി ഇവിടെ നിന്ന് പോകണമെങ്കിൽ എന്താണ് ഇപ്പോൾ ബസ് വരുന്ന ബസ്സിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത്രയും വന്ന ദൂരം നടക്കണമല്ലേ? ബസ് എപ്പോൾ വരുന്ന അറിയില്ലല്ലോ. നമുക്ക് നടന്നു പോവാം. ഇനി ബസ്സിലാണെങ്കിൽ നമുക്ക് ബസ്സിൽ വേണം കേട്ടോ അവിടെ നിന്ന് പോകാൻ. ഇപ്പോൾ ബസ് വരുന്ന അറിയില്ല. അപ്പോൾ നമുക്ക് നടന്നു പോവാം. അപ്പോൾ ഇത് കഴിച്ചത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ എന്താ നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് പോവാം. നടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര അനിമൽസിന് കണ്ടില്ല. ഇനി ഈ വഴി തന്നെ നമുക്ക് നടന്നു പോകണം. ഞങ്ങൾ മൂന്നാളെന്ത് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പോട്ടെ. ടിഷ്യൂ പറഞ്ഞു നിൽക്കും. അമ്മയ്ക്ക് ഇത്തിരി ഐസ്ക്രീം കാണിക്കാം. ഐസ്ക്രീമൊക്കെ അഫോർഡബിൾ ആണല്ലേ ഇപ്പോൾ നമ്മുടെ അടുത്ത്? അത് നമ്മുടെ അടുത്ത് കണ്ടി കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. നമ്മുടെ അവിടെ എടുക്കണേ അടിപൊളി ഐസ്ക്രീം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചു പോകാട്ടോ. തിരിച്ചു പോയിട്ട് കാണാം. വന്ന വഴി തന്നെ നമ്മൾ പോകുന്നുണ്ട്. ഈ വഴി തന്നെയല്ലേ വന്നത് ഏറ്റവും കാരണം. പക്ഷെ ഓരോരോടെ കയറുമ്പോഴും അതുപോലെ ഓരോ ഫുഡ് സ്പോട്ട് ഉണ്ട്, കഴിക്കണവർക്ക് കഴിച്ചിട്ടേ പോവാല്ലേ. നമ്മൾ ടൈഗറിനെയൊക്കെ കണ്ടിട്ട് ഇറങ്ങുന്നതാ. ഈ താഴെയും ടോയ്ലറ്റ് ഉണ്ട്, എൻട്രൻസിൽ ഏറ്റവും അറ്റത്തും ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. നടന്ന് മതിയായിട്ട് വിശ്രമിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഫാന് വിശ്രമ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. വന്നപ്പോൾ തൊട്ട് നടത്തുള്ളൂ കേട്ടോ. ഇപ്പോഴാണ് ഒന്നിരുന്നത്. അപ്പോൾ തളർത്തിട്ട് അതാ ഇവിടെ ഇരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നടന്ന് ക്ഷീണിക്കും, ഫുഡ് കൊണ്ടുവരും, അങ്ങനെയുള്ള പേടിയൊന്നുമില്ല കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സ് ആയിട്ടും വെള്ളമായിട്ടൊക്കെ കുടിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു കേജൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട ടൈഗർ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിൽക്കൂ. അതാ അതാ വേണ്ട അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ ടൈഗർ. അപ്പു വന്ന വഴി തന്നെ തിരിച്ചുകൊണ്ടുകൊണ്ട് എല്ലാം വീണ്ടും വീണ്ടും കാണാമല്ലോ. എവിടെ ഉണ്ട് പുലി? ഇല്ല ഇല്ലല്ലോ, പുലിയൊക്കെ പോയി. പുലിയൊന്നും പിന്നെ ലക്ക് പോലെ ഇരിക്കില്ല ഇപ്പോൾ കാണുന്നത്. നമ്മൾ അപ്പോഴേ വരുമ്പോൾ ഇതിൽ കൂടെയൊക്കെ പുലി നടക്കണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കിടക്കണ്ടാവില്ല പൂ. ചിലപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കണ്ടാവും. അതിൻ്റെ അകത്തായിരുന്നു നമ്മൾ പോകുമ്പോൾ കിടക്കണ്ടായിരുന്നത്. നമുക്ക് തിരിച്ചു പോകുന്ന വഴി തന്നെയാണ്, നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നത്. ഇതേണ്ട ഫുൾ കാട്. പോകുമ്പോഴും വരുമ്പോഴും അല്ലേ നമ്മളെന്തെങ്കിലും പോകുമ്പോൾ കണ്ടുകൊണ്ട് നമുക്ക് പിന്നെ വരുമ്പോൾ കണ്ടില്ലെങ്കിലും സീനില്ല കേട്ടോ. പുലിയേന്ന് വേണ്ട. താഴെയൊക്കെ റോഡാണ് കേട്ടോ. ബസ്സിൽ വരുന്നവർക്ക് ഒരു വെയിലും കൊള്ളാണ്ട് സുഖമായി പോവുക. നടന്നു വരുന്നവർക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം, പക്ഷെ നടക്കേണ്ടി വരും. നമ്മുടെ പുലിയൊക്കെ ഇവിടുന്ന് സ്ഥലം വിടണ്ട കേട്ടോ. വാ വാ വാ. അന്ന് ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്ഥലമാണ് കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം, അടിപൊളിയാണ്. സെറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ലൊരു രസമുണ്ട് കാണാൻ. ഇപ്പോൾ പോകുമ്പോൾ ആദ്യം കണ്ട പുലി ഇതാ അപ്പോൾ താഴെ ഇറങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പോൾ അത് അതിൻ്റെ മുകളിലായിരുന്നു കിടക്കുന്നതാ. അപ്പോൾ അതിൻ്റെ താഴെ ഇറങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. പോകുമ്പോൾ ഗാലറിയിൽ നിന്ന് കണക്കൊക്കെ ഇവിടെ നിന്ന് ഗാലറിയിൽ നിന്ന് കണ്ടിട്ട് ചോറ് കൊണ്ടുവന്നിട്ട് കൊടുക്കണം കേട്ടോ. നിക്കൂസേ സൂ അങ്ങനെ ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ ഇഷ്ടമായാ? എങ്ങനെ സൂപ്പർ എന്ന് കാണിക്കേ. അപ്പോൾ മക്കളെ കൊണ്ട് വരുന്നവർക്ക് ഇതുപോലെ ഫുഡൊക്കെ കൊണ്ടുവന്ന് നല്ല സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇരിക്കും. നമുക്ക് ഇതുപോലെ ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി സ്പോട്ടുകളുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ നമുക്ക് ഇനി വീട്ടിലോട്ട് പോകാം. ഇപ്പോൾ സമാധാനത്തിൽ പോകാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മിക്കവാറും ഫുഡ് കൊടുത്തിട്ട് അവിടെ കഴുകാനുള്ള വെള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കിന് അതുപോലെ പൈപ്പുകളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് മുഖം കഴുകാനും കൈകാലൊക്കെ കഴുകട്ടെ. ഇത് കുറച്ച് ഇറങ്ങി കഴുകണം. അപ്പോൾ കുറച്ച് വെള്ളം എന്താ കയ്യിൽ തണുപ്പുണ്ടോ വെള്ളം? നോക്കുവാ. അപ്പോൾ മിക്കവാറും ഫുഡൊക്കെ കൊടുത്ത് കഴുകി കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിച്ചാ? അങ്ങനെയുണ്ട്. വെള്ളവും കുടിച്ചിട്ട് നടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ താഴത്തോട്ട് എത്തിയില്ലപ്പോൾ മുഖമൊക്കെ നമ്മൾ കഴുകി സൂപ്പറായി. നല്ല എനർജി. ഇപ്പോൾ മുഖമൊക്കെ കഴുകിയത് കൊണ്ടില്ലേ ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ നല്ല തണുപ്പ് കിട്ടുന്നില്ലേ ഇപ്പോൾ. നടക്കാൻ പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ തിരിച്ച് വരുമ്പോഴാണ് കുറച്ച് കയറ്റമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വേഗം എത്തും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ എൻട്രൻസിലോട്ട് എത്തുകയാണ്. അപ്പോൾ എൻട്രൻസ് ഇനി അതിൽ കൂടെ വരുന്ന പറഞ്ഞത് ഇനിയും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. കുറേ അനിമൽസ് ഇവിടെ ഉണ്ട്. ക്വാറന്റൈനിലാണ് അല്ലേ ഉള്ള സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് പാമ്പിൻ്റെ ഇതിങ്ങനെ തുറക്കണ്ട. നല്ല രസത്തിൽ അവർ ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുകയാണല്ലേ. കുറുക്കനുണ്ട് പറഞ്ഞു, പക്ഷെ അതിനെ ക്വാറന്റൈനിൽ വെച്ചിരിക്കുകയാണ്. പിന്നെയും കുറേ അനിമൽസ് വരുന്നുണ്ട്. ജിറാഫ്, റൈനോ, വൈറ്റ് ടൈഗർ, അങ്ങനെ കുറേ ഐറ്റംസ് വരാനുണ്ട്. സീബ്ര. പക്ഷെ അതെല്ലാം ഫുള്ള് പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും ജൂൺ ആവുമെന്നാണ് നമ്മളിവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്ക് ഫുള്ള് വർത്താണ്. നമുക്ക് കേരളത്തിലുള്ളവർക്ക്
ഏറ്റവും നമുക്ക് എന്താ പറയുക അടിച്ചു പൊളിക്കാനും കാണാനുമുള്ള ഒരു വൻ സെറ്റപ്പ് തന്നെ ഇവിടെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, വരിക. എന്തായാലും നമ്മൾ വന്നതിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് എൻട്രൻസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ വന്നിട്ട് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് മുതൽ നമ്മൾ ഇറങ്ങി വരുന്നത് വരും എല്ലാം നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബസ്സിൽ പോകുന്നവർക്ക് ബസ്സിൽ പോവാം, നടന്നു പോകുന്നവർക്ക് നടന്നു പോവാം. നടന്നു പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നടക്കാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ബസ്സിലും പോവാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടൈം ആയതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണ് എക്സ്പ്ലോർ ചെയ്തത്. വരുമ്പോൾ മസ്റ്റ് ആയിട്ടും കുട കൊണ്ട് വരിക. കുട്ടികളുണ്ടെങ്കിൽ ഫുഡും വെള്ളമൊക്കെ, പിന്നെ ഇവിടെ ഓരോ ഫുഡ് സ്പോട്ട് ഉണ്ട്, നമുക്ക് അവിടെ വേണമെങ്കിലും വെള്ളം കിട്ടും, പേടിക്കാനൊന്നുമില്ല. ഫുഡ് കൊണ്ടുവന്ന് നമുക്ക് കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കാൻ പറ്റും, ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ. അതുപോലെ നമുക്കിവിടെ കാണാൻ ഒരുപാട് സംഭവങ്ങളോടെ മൃഗങ്ങളുണ്ട്. പക്ഷേ ഇനി ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരാനുണ്ട്. വന്നേരം നമുക്ക് പുറത്താണ് കേട്ടോ. നമുക്ക് ബസ്സിൽ പോകുന്നവർക്ക് 150, സാധാ പോകുന്നത് നമുക്ക് നടന്നു പോകണമെങ്കിൽ 100 രൂപയാണ് ടിക്കറ്റിന് ഒരാൾക്ക് വരുന്നത് കേട്ടോ. പാർക്കിങ്ങിന് 25 രൂപ. പക്ഷേ ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ്. പക്ഷെ നടന്നു കാണുമ്പോൾ നമുക്ക് കുട മസ്റ്റാണ്. കാണാൻ ഇങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ല. പിന്നെ കയറി വരുമ്പോൾ കുറച്ച് കയറ്റങ്ങളൊക്കെയാണ്. പക്ഷെ അവിടെ നമുക്ക് കയറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കാണുമ്പോൾ നല്ല സൂപ്പറാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പിന്നെ 25 രൂപ ചാർജ് പറഞ്ഞത് ബൈക്കിനാണ് കേട്ടോ. ബസ്സിന്റെയും കാറിന്റെയും കാര്യം നമുക്കറിയില്ല, നമ്മൾ ബൈക്കിൽ വന്നുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു സ്പോട്ടാണ്, അടിപൊളി സ്പോട്ടാണ്. വന്നാൽ നമുക്ക് ലൈവായിട്ട് കാട്ടിനുള്ളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. അതിന് ഓരോ ഗാലറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കാടിനുള്ളിൽ കാണുന്ന അതേ ഫീലും കിട്ടും. അപ്പോൾ കാണാത്തവർ വരിക, കാണുക. നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും ഇടപെടാണ്ട് ഫുള്ളായി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും അടിപൊളിയാണ് എന്തായാലും അല്ലേ. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്തിരിക്കും. ബൈ.